ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു അഭിഷേകത്തിൻ്റെ ഒരു റൂഫിൻ്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു റൂഫ് ഉണ്ടെങ്കിൽ വെയിൽ കൊള്ളത്തില്ല, മഴ കൊള്ളത്തില്ല അല്ലേ? അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു റൂഫ് പണിയുന്നത്. ഇതുപോലെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ, ഒരു അനോയിൻറ്റിങ്ങിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ, അതിനകത്തേക്കാണ് ഈ വർഷം കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രായേൽ മക്കൾക്ക് ഇങ്ങനൊരു അനുഭവമുണ്ട്. അവർ മരുഭൂമിയിൽ 40 വർഷം നടന്നപ്പോൾ പകൽ മേഘസ്തംഭം, ഇതുപോലൊരു മേഘം, അതിൻ്റെ കീഴിലാണ് അവർ നടന്നത്. ജനനങ്ങൾ സംഭവിച്ചത്, കുഞ്ഞുങ്ങൾ വളർന്നത്, അവരുടെ ജീവിതചര്യകളൊക്കെ നടന്നത് ഈ ഒരു മേഘത്തിൻ്റെ കീഴിലായിരുന്നു. ഇതുപോലെ ഈ 2025 അഭിഷേകം എന്ന മേഘത്തിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ ആ റൂഫിൻ്റെ കീഴിൽ നമ്മൾ സഞ്ചരിക്കാൻ പോകുകയാണ്, നടക്കാൻ പോകുകയാണ്, വളരാൻ പോകുകയാണ്. നമ്മുടെ ജീവിതചര്യകൾ പോലും, ദിനംപ്രതി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും അഭിഷേകത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന തലത്തിലേക്ക് ആത്മീകമായി അത്തരത്തിൽ കർത്താവിനോട് കൂടുതൽ ചേർന്ന് വസിക്കുന്ന തലത്തിലേക്ക് കർത്താവ് ഈ വർഷം നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോകാനായിട്ട് പോകുകയാണ്. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഒരു കീ സ്പോൺസറാണ് കോട്ടയത്ത് നിന്ന് വസുമതി PK ആണ്. താങ്ക് യു സിസ്റ്റർ വസുമതി. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൊച്ചുമകൻ അശ്വിൻ്റെ ബ്ലഡ് ക്യാൻസർ സൗഖ്യമായതിൻ്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ കർത്താവ് ആ കുഞ്ഞിനെ, അശ്വിനെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകനും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ ഗിരിധറിന് ദുബായിൽ നല്ല ജോലി ലഭിക്കുവാൻ, അവരുടെ സ്ഥലം വിൽക്കുവാൻ സ്വർഗത്തെ കർത്താവെ അങ്ങയുടെ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. ഈ മാസം നടക്കുന്ന പ്രധാനപ്പെട്ട ചില മീറ്റിംഗ് ആണ്. ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായിൽ വെച്ച് നടക്കുകയാണ്. ബ്രദർ ഡാമിൻ അങ്ങോട്ട് വരുന്നുണ്ട്. ദയവായി കടന്നു വരിക, വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. അപ്പോൾ തന്നെ ശനിയാഴ്ച ഖത്തറിൽ നടക്കുന്ന മീറ്റിംഗ്, അതിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ സ്ക്രീനിൽ കാണാമല്ലോ. ദയവായി കടന്നു വരിക. അപ്പോൾ തന്നെ ഈ മാസം ഒടുവിലായിട്ട് നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡ് എന്ന പേരിൽ നടക്കുന്ന നമ്മുടെ ഒരു ആനുവൽ കൺവെൻഷനാണ് എല്ലാ വർഷവും നടക്കുന്നത്. കഴിഞ്ഞ വർഷം നടക്കാൻ സാധിച്ചില്ല, പക്ഷെ ഈ വർഷം അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. പങ്കെടുത്തിട്ടുള്ളവർക്കൊക്കെ അറിയാം അതിനകത്തുള്ള സന്തോഷവും അഭിഷേകത്തിൻ്റെ പകർച്ചയും വളർച്ചയും ശുശ്രൂഷ പരിശീലനങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. ഈ പ്രാവശ്യവും വ്യത്യസ്തമായ വിധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകാൻ പോകുകയാണ്. പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നുമില്ല, ആർക്കും കടന്നു വരാം. ഫ്രീ ആയിട്ടാണ് മീറ്റിംഗ് ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ സെഷൻസ് ഉണ്ട്. കടന്നു വരിക. കർത്താവ് വലിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുന്നത്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിനെ ആരാധിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതിനെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ അല്ലാതെയുള്ള ചില ആരാധനകളുണ്ടല്ലോ, അത്തരമുള്ള ഒരു ആരാധനയെ കുറിച്ചാണ് സൈറ്റാനിക് വർഷിപ്പ്, സാത്താന്യ ആരാധന. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ വളരെ പ്രത്യേകതയുള്ള ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമ്മൾ വർഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തുടരുകയാണ്. വർഷിപ്പ് ഈസ് ദി കോർ ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കോസ് ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദ കോർ ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവ് ദൈവാത്മാവ് എന്ന അർത്ഥത്തിലുള്ള ഹ്യൂമൻ സ്പിരിറ്റ് എന്നാണ്. ഓഫ് കോഴ്സ് വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്നാൽ ഹ്യൂമൻ സ്പിരിറ്റിലേക്ക് ഹോളി സ്പിരിറ്റ് വന്ന് ഒരുമിച്ച് മാത്രമേ ദൈവത്തിനുള്ള കോർ ഓഫ് അവർ ലൈഫിൽ നിന്ന്, പേഴ്സണാലിറ്റിയിൽ നിന്നും ദൈവത്തിനുള്ള ആരാധന പുറപ്പെടുകയുള്ളൂ. ഐ ബിലീവ് ദീസ് ഡേയ്സ്
കർത്താവ് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകും ആരാധനയിൽ. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ആരാധനയെക്കുറിച്ചുള്ള ഈ പരമ്പര തുടരുമ്പോൾ the Holy Spirit is going to wipe out a lot of dirty, deformed, ungodly, unscriptural form of worship, and people will be delivered from all kinds of such filthy kind of worship to the holy, God-designed worship. അതിലേക്ക് കർത്താവ് പലരെയും കൊണ്ടുവരാൻ പോകുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലാവും. സോ ഇത് മാക്സിമം ഇതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്കൊന്ന് അയച്ചു കൊടുക്കണം. ഇതിൻ്റെ നോട്ട്സ് എഴുതിയെടുത്ത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, സോ ഇന്ന് മെയിൻലി ഞാൻ ഫോക്കസ്, ഇന്നലെ കൺക്ലൂഷൻ്റെ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. യു കനോട്ട് ഡു എ ഗുഡ് തിങ് ഇൻ എ റോങ് വേ ആൻഡ് യു കനോട്ട് ഡു എ ബാഡ് തിങ് ഇൻ എ ഗുഡ് വേ. ഇത് രണ്ടും തെറ്റാണ്. നല്ലൊരു കാര്യം തെറ്റായ രീതിയിൽ ചെയ്യരുത്, ഒരു മോശമായ കാര്യം നല്ല രീതിയിലും ചെയ്യരുത്. നല്ലൊരു കാര്യം നല്ല രീതിയിൽ ചെയ്യണം. ഇൻ അതർ വേർഡ്സ്, ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ ഏത് ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളത് നമ്പർ വൺ. ഏതെങ്കിലും ഒരു ദൈവത്തെ ആരാധിച്ചാൽ പോരാ, ഒരു എവിടെയുള്ള എന്തോ അദൃശ്യനായ ഒരു ശക്തിയെ ആരാധിച്ചാൽ പോരാ. യു ഷുഡ് നോ whom you are worshiping. ഈ കർത്താവ് ശമര്യക്കാരിയോ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ, കിണറ്റിൻ്റെ കരയിൽ വെച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. നിങ്ങൾ ശമര്യക്കാർ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഒത്തിരി പേര് ആരാധിക്കുന്നുണ്ട്, പക്ഷേ എങ്ങോട്ടാണിത് പോകുന്നതെന്നോ ഏത് ദൈവത്തിൽ ഇത് എത്തിച്ചേരുന്ന എന്തൊക്കെയോ സങ്കല്പിച്ച് എന്തൊക്കെയോ മിഥ്യാധാരണകളിൽ ആരാധിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഐ എം സ്പീക്കിംഗ് ഇൻ ദ ഹോളി സ്പിരിറ്റ് റൈറ്റ് നൗ. അങ്ങനെയുള്ളവരെ ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുന്ന യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് ആരാധനയുടെ രീതികൾ തന്നെ, പഴയ ആരാധന രീതിയെ മൊത്തം എടുത്ത് മാറ്റിയിട്ട് ഒരു പുതിയ വർഷിപ്പ് സ്കീം, വർഷിപ്പ് സ്റ്റൈൽ കർത്താവ് കൊണ്ടുവന്നു. അതുകൊണ്ട് പറയുന്നത്, സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. ജീസസ് വാസ് ചേഞ്ചിങ് വർഷിപ്പ് സ്റ്റൈൽ. അപ്പോൾ അതുവരെ ആരെ ആരാധിക്കുന്നെന്ന് അറിയാതെ ആരാധിച്ചു. എന്നാൽ ദൈവത്തെ അറിഞ്ഞാരാധിക്കാൻ ദൈവം നമുക്ക് കൃപ തരികയാണ്. ഹലോ ഹലോ ഹലോ. സോ എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് ലോകത്തിൽ, ഇന്നെന്നല്ല, ഇത് തുടങ്ങിയിട്ട് യുഗങ്ങളായി, ഒരു പുള്ളിക്കാരൻ ഉള്ളിലങ്ങ് ചിന്തിക്കുക, ഈ ദൈവത്തെ സകല സൃഷ്ടിചരാചരങ്ങളും ആരാധിക്കുന്നു, ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല, ഈ ആരാധന എനിക്ക് വേണം. ആരാണ് ആ പുള്ളി? സാക്ഷാൽ സാത്താൻ, ദ ഡെവിൾ. അങ്ങനെ തുടക്കം മുതൽ മനുഷ്യരെ കൊണ്ട് ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ തന്നെ ആരാധിപ്പിക്കാനുള്ളൊരു ശ്രമം സാത്താൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് സാത്താന്യ ആരാധന. ഇന്ന് സേറ്റനിക് ചർച്ചസ് അതുപോലെ തന്നെ നിലവിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലുണ്ട്. എനിക്ക് തോന്നുന്നു വെളിപ്പാട് പുസ്തകത്തിൽ പെർഗമോസിൽ എവിടെയാണെന്ന് തോന്നുന്നു, അവിടെ സാത്താൻ്റെ സിംഹാസനം ഉണ്ടെന്ന് പറയുന്നു. അവിടെയാണ് നേരെ വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 1-2 ദിവസം സാത്താന്യ ആരാധന എന്താണ്, അതിൻ്റെ പുറകിൽ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി ഡീപ്പായിട്ടല്ല, സാത്താൻ്റെ ആഴങ്ങൾ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അവയർനെസ് ക്രിയേഷന് വേണ്ടിയും മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയും വചനാടിസ്ഥാനത്തിൽ സാത്താന്യ ആരാധന എന്താണ് എന്ന് നമുക്ക് നോക്കാം. Satanic worship is a serious issue that stands in direct opposition to God. ദൈവത്തിനെതിരെ, ദൈവിക ആരാധനയ്ക്കെതിരെ നേരെ എതിരാളിയായി എതിർത്തുകൊണ്ട്, ഓപ്പോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒന്നാണ് സാത്താന്യ ആരാധന. നമ്മൾ as believers and children of God, we should be vigilant and we have to avoid influences of darkness. അറിയാതെ സഭകൾക്കകത്ത് പോലും സാത്താന്യ ആരാധനയുടെ അംശങ്ങൾ കൊണ്ടുവരാൻ പിശാച് ശ്രമിക്കുമ്പോൾ we have to be so vigilant these days, because the devil is a tricky one, he is a deceitful one.
വഞ്ചകനാണവൻ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. So we have to strengthen our devotion and our worship to God, the right God, the only true God, through worship, prayer and the word. നമ്മൾ വളരെയധികം ഈ ദൈവത്തോടുള്ള നമ്മുടെ ഭക്തിയും ആരാധന ഈ ദിവസങ്ങളിൽ കൂട്ടണം, കുറയ്ക്കരുത്. ഓക്കെ? And we need to help those who are already trapped in satanic deception, in worshiping Him. And so that we have to help them so that they can find freedom in Christ. ക്രിസ്തുവാണ് നമ്മളെ സ്വതന്ത്രമാക്കിയതെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ആരാധനാക്രമങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന പലരെയും നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഈ സമയത്തൊരു വചനഭാഗം നോക്കാം. ഐസായ 14:13-14. ഏശയ്യാവിൻ്റെ പുസ്തകം 14 വചനങ്ങൾ. ഇവിടെ പറയുന്നത്, യു സെഡ് ഇൻ യുവർ ഹാർട്ട്, I will ascend to the heavens. I will raise my throne above the stars of God. I will sit enthroned on the mount of assembly, on the utmost heights of Mount Zephon. I will ascend above the tops of the clouds. I will make myself like the Most High. ഇതൊരു ഭയങ്കര സംഭവമാണ്. യെശയ്യാവെന്ന പ്രവാചക പ്രമുഖരിൽ ഏറ്റവും പ്രമുഖനായ ഒന്നാമത് വരുന്ന മേജർ പ്രോഫറ്റ്സിൽ തന്നെ ആ ലൈനപ്പിൽ ആദ്യമായി നിൽക്കുന്ന ആളാണല്ലോ യെശയ്യാവ്. 6-ാം അധ്യായത്തിൽ അദ്ദേഹത്തിന് ഒരു ഹെവൻലി എൻകൗണ്ടർ ഉണ്ടായി. സ്വർഗീയ ആരാധനയുടെ ഗ്ലിംസ് കിട്ടി. അത് എംബഡഡായി തൻ്റെ ഉള്ളിൽ. അതിൽ നിന്ന് തൻ്റെ മിനിസ്ട്രി മാറി, തൻ്റെ പ്രവചന ശുശ്രൂഷ മൊത്തം മാറി, ഇൻസൈറ്റ് മാറി. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചന ദൂതുകൾ രക്ഷകൻ പിറക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹ്യൂജ് സ്പിരിച്വൽ ടെലസ്കോപ്പിലൂടെ താൻ കണ്ടു. വാവ്, ഇതാ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്നു. 9:6 ആധിപത്യം അവൻ്റെ തോളിലായിരിക്കും. അവനെ നിത്യപിതാവ്, വീരനാം ദൈവം, വണ്ടർഫുൾ കൗൺസിലർ എന്നൊക്കെ പേര് വിളിക്കപ്പെടും എന്നൊക്കെ പ്രവചിച്ചു വെച്ച ആ മനുഷ്യൻ 14-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്നൊരു ഭൂമിയിലെ രാജാവിനെ കുറിച്ചാണ് ഈ പ്രവാചകമെങ്കിലും വാസ്തവത്തിൽ അവിടെ താൻ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ മഹാദൈവത്തോട് മത്സരിച്ച സാത്താനെ കുറിച്ചുള്ള ചില വെളിപ്പാടുകൾ തനിക്ക് കിട്ടി. എന്നിട്ട് പറയാം, ഞാൻ സ്വർഗത്തിൽ കയറും. സാത്താൻ എന്ന് വെച്ചാൽ ചിറക് വിരിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെ മറച്ചിരുന്ന ഈ കെറൂബ്, ഈ ചെറബിം ഉള്ളിൽ പറയുകയാണ്, ഉള്ളിലൊരു റെബല്യൻ ഉണ്ടായി തൻ്റെ അകത്ത്. എന്നിട്ട് പറയാം, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഹൃദയത്തിലാണ് പറഞ്ഞത്, തൻ്റെ അകത്താണ്. ഒരുപക്ഷെ സകല സൃഷ്ടിചരാചരങ്ങളിലും വെച്ച് ആദ്യമായി സിൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. God never created sin. ദൈവം ഒരിക്കലും പാപത്തെ സൃഷ്ടിച്ചില്ല. പാപം എന്ന് പറയുന്ന ഒരു സൃഷ്ടിയല്ല. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്. അതൊരവസ്ഥയാണ്. ഇറ്റ് ഈസ് എ നേച്ചർ. അത് സാത്താൻ്റെ അകത്ത് അവൻ തന്നെ ഉളവാക്കി കൊണ്ടുവന്നതാണ്. ഗോഡ് ഈസ് നോട്ട് ദ ക്രിയേറ്റർ ഓഫ് സിൻ. അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഈ തിരുത്തൽ. ദൈവം പാപത്തെ സൃഷ്ടിച്ചില്ല. പാപം ലൂസിഫറിൻ്റെ അകത്ത്, ലൂസിഫർ എന്ന് പറയുന്ന ഒരു ചീത്ത വാക്കല്ല, ബ്രിങ്ങർ ഓഫ് ലൈറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രകാശം കൊണ്ടുവരുന്നവൻ, ലൂസിഫർ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ അവൻ്റെ വിങ്സ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പോലും അതിൽ നിന്ന് മ്യൂസിക് പുറത്തേക്ക് വരുമായിരുന്നു. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രിയേഷനായിരുന്നു. പക്ഷെ തൻ്റെ അകത്തൊരു തോന്നൽ, ഈ ദൈവത്തെ ഇങ്ങനെ എല്ലാവരും ആരാധിക്കുന്നത്, ഇത് കുറച്ച് എനിക്ക് കിട്ടിയാലെന്താ കുഴപ്പം. അതുകൊണ്ട് അകത്ത് സിൻ ഫോംഡായി. പിന്നെ താഴേക്ക് വായിച്ചാൽ അതിൻ്റെ നടപടികളൊക്കെ അതിന് ശേഷം ദൈവം എടുത്ത നടപടിയെല്ലാം അവിടെ കാണുന്നുണ്ട്.
ചുരുക്കി പറഞ്ഞാൽ Satan, the devil, coveted God's pure worship. ആ ആരാധന എനിക്ക് കിട്ടണമെന്ന് താൻ ആഗ്രഹിച്ചു. അവിടെ നിന്നാണ് സകലത്തിനും ഒരു ഡിസോർഡറും ഡിസലൈൻമെൻറ്റും മനുഷ്യകുലം വരെ ചതിയിൽപ്പെട്ട് താഴെ വീണതെല്ലാം ഇവിടെ നിന്ന് അതിൻ്റെ തുടക്കം. Now, Matthew 4:9, മത്തായി സുവിശേഷം 4:9 തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുന്നു. അവിടെ വെച്ച് പരീക്ഷകൻ, ദ ടെംപ്റ്റർ കംസ് ടു ടെംപ്റ്റ് ഹിം. അപ്പോൾ ആ സമയത്ത് അറിയാലോ, സാത്താൻ യേശുവിനോട് ചില സംഭാഷണങ്ങൾ ഏർപ്പെടുന്നു. അവിടെ വെച്ചിട്ട് വേഴ്സ് നമ്പർ 9 എത്തുമ്പോൾ, all this I will give you, he said, if you will bow down and worship. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാം. എന്ന് വെച്ചാൽ ഈ കാണുന്ന ഒറ്റ നിമിഷം കൊണ്ട് സകല രാജ്യങ്ങളെയും കാണിച്ചു കൊടുത്തു. അതിൻ്റെ വെൽത്ത്, അതിലുള്ള സകല മഹത്വവും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയാം, നീ എന്നെ വീണ് നമസ്കരിക്കാമെങ്കിൽ ഇതെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാം. ഇതെല്ലാം എനിക്ക് കിട്ടിയേക്കുവാ, എൻ്റെ കയ്യിൽ കിട്ടിയേക്കുവാ. ഐ ആം ദ കീപ്പർ ഓഫ് all these kingdoms are mine, and I am offering all the glory and wealth and everything of these kingdoms to you. Just bow down and worship me. ഞാൻ എവിടെയൊക്കെ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആരാധനയുടെ വില, മൂല്യം ഓരോതല്ല, എല്ലാ രാജ്യങ്ങളുടെ മഹത്വത്തെക്കാളും വലുതാണ്. അതുകൊണ്ട് പറയുന്ന ആരാധനയ്ക്കൊന്നും വെച്ച് മാറരുത്. ഹലോ സത്യ ആരാധനയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യുന്ന ഒന്നിലേക്കും പോകരുത്. കാരണം അത്രത്തോളം പിശാച് അതിന് വില പറയുന്നു, ബാർഗൻ ചെയ്യുക. എനിക്ക് ഏറ്റവും വലിയ സങ്കടം, ഇഫ് Satan had the guts to ask Jesus, the creator of everything, whom the whole creation is worshipping, how much more he will try to deceive people. എല്ലാവരും ആരാധിക്കുന്ന ആരാധ്യ പുരുഷനായ സകലത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ, എല്ലാ ആരാധനയും അർഹിക്കുന്നവനോട് വന്നിട്ട് പറയുകയാണ്, നീ എന്നെ ആരാധിക്കും. ഇതുപോലെ ബ്രെയിൻ ഡാമേജ് ആയ വേറെ ക്രീച്ചറുണ്ടോ മക്കളെ? അതിനുള്ള ബോധം പോലും ഇല്ല. എല്ലാം നട്ട് ബോൾട്ട് എല്ലാം ലൂസായി കിടക്കും. സകലരും ആരാധിക്കുന്ന ആരാധന പുരുഷനോട് ചെന്നിട്ട് പറയാൻ, നീ എന്നെ ആരാധിക്കും. ഇതാണ് സാത്താൻ. അത്രയ്ക്ക്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്രത്തോളം ആരാധനയ്ക്ക് വേണ്ടി ദാഹിച്ച് വാഞ്ചിച്ച് കെഞ്ചി നടക്കുന്നവരാണ് സാത്താൻ. അറിഞ്ഞോ അറിയാതെയോ മനുഷ്യവർഗത്തിൻ്റെയും സകലത്തിൻ്റെയും ആരാധന എനിക്ക് കിട്ടണം. ഇതാണ് ഈ ദുഷ്ട വ്യക്തിത്വത്തിൻ്റെ ആഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. So he deceives mankind and causes them to worship false gods. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. പോലീസുകാർ കറപ്റ്റഡ് ആയെന്നിരിക്കട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കറപ്റ്റഡായി, കള്ളന്മാരെ തന്നെ അവർ പാട്ടിലാക്കി. കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഓരോ ഓഹരി പോലീസുകാർക്ക് കിട്ടിയാൽ അറസ്റ്റ് ചെയ്യാതിരിക്കുക, എല്ലാ ദിവസവും കിട്ടുന്നതിൻ്റെ ഓഹരി കൊണ്ടുവന്ന് എത്തിച്ചാൽ മതി എന്ന ഒരു രീതിയിലേക്ക് വന്നാലും, നേരിട്ട് പോയി മേടിക്കുന്നതിൽ ഇൻഡയറക്റ്റായിട്ട് അവർ മോഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ആരാധനയുടെ മോഷ്ടാവായ, ഒന്നുകൂടി പറയാം, ആരാധനയുടെ മോഷ്ടാവായ സാത്താൻ ചെയ്യുന്നത് ഒന്നുകിൽ ഡയറക്റ്റായി അല്ലെങ്കിൽ ഇൻഡയറക്റ്റായി, ഈ ആരാധന എനിക്ക് കിട്ടിയാൽ മതി. ഇതാണ് സാത്താൻ്റെ തന്ത്രം. എല്ലാവരും ദയവായി ഇപ്പോൾ ഒന്ന് നിർത്തി കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഒന്ന് പോസ് ചെയ്താലും കുഴപ്പമില്ല, ഒന്ന് ടൈപ്പ് ചെയ്തിടാം, ആരാധനയുടെ മോഷ്ടാവാണ് സാത്താൻ. ടൈപ്പ് ചെയ്യുക. എല്ലാവരും ടൈപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. Satan is the stealer of worship. Satan is the stealer of true worship. Directly or indirectly, he wants to receive all the worship from humanity. ഇതാണ് സാത്താൻ. അപ്പോൾ ദൈവത്തിൻ്റെ നടപടികൾ കേട്ടോ. ജെറമായ 1:16,
അവിടെ പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ പ്രൊനൗൺസ് മൈ ജഡ്ജ്മെൻറ്റ്സ് ഓൺ മൈ പീപ്പിൾ ബിക്കോസ് ഓഫ് ദെയർ വിക്കറ്റ്നെസ് ഇൻ ഫോർസേക്കിംഗ് മീ, in burning incense to other gods and in worshipping that their hands have made. മലയാളത്തിൽ കൂടെ വായിച്ചേ പറ്റൂ. ഇരമ്യാവ് 1:16. എഴുതിയിരിക്കുന്ന ഇങ്ങനെ, അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത സകല ദോഷത്തെയും കുറിച്ച് ഞാൻ അവരോട് ന്യായവാദം കഴിക്കും. അപ്പോൾ ദൈവം ഇതിൽ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ സാത്താന്യ ആരാധനയിലേക്ക് പോയാൽ ദൈവം ശക്തമായ നടപടി എടുക്കും എന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഈസ് സാറ്റനിക് വർഷിപ്പ്? Satanic worship is the deliberate veneration of Satan, the devil, the adversary of God, often characterized by practices that glorify rebellion, darkness, and the rejection of God's authority. സാത്താന്യ ആരാധന എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഒക്കെ ദൈവത്തിന് കിട്ടേണ്ട ആരാധന ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താന് കിട്ടത്തക്ക രീതിയിൽ ആ ആരാധനാക്രമത്തിൽ പലപ്പോഴും ദൈവത്തോടുള്ള മത്സരം, അന്ധകാരത്തെ ആരാധിക്കുക, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സകല മ്ലേച്ഛതകളിലൂടെയും തിന്മയുടെ മൂർത്തിയിലേക്ക് സത്യദൈവത്തിൻ്റെ നിർമ്മലമായ, പവിത്രമായ, പരിപാവനമായ, പരിശുദ്ധമായ ആരാധനയെ ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് സാത്താന്യ ആരാധന. This satanic worship can be overt, or that means formal rituals dedicated to Satan publicly. അങ്ങനെയാകാം. or covert എന്ന് പറയുമ്പോൾ indirect, in a subtle way, in an indirect way, in a disguised way, അങ്ങനെയുമാകാം. that means idolizing self, power or materialism. ഇത് ഞാൻ സാത്താനെ ഒന്നും ആരാധിക്കുന്നില്ല എന്ന് വാദിക്കുന്ന ചിലർ അവരവരെ തന്നെ ഐഡലൈസ് ചെയ്യുകയോ മറ്റു മനുഷ്യരെ ആരാധിക്കുകയോ മിഥ്യാമൂർത്തികളെ ആരാധിക്കുകയോ വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ സീക്രട്ട് അല്ലെങ്കിൽ പബ്ലിക്. രണ്ട് രീതിയിലും സാത്താന്യ ആരാധന നടക്കുന്നുണ്ട്. ടൈപ്പ് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ. രഹസ്യമായോ പരസ്യമായോ സാത്താന്യ ആരാധന നടക്കാറുണ്ട്. ടൈപ്പ് ചെയ്തിടുക. ഓവേർട്ട് ഓർ കോവേർട്ട്, രണ്ട് രീതിയിലും സാത്താന്യ ആരാധന നടക്കാം. ചിലർ സാത്താനെയാണ് തങ്ങൾ ആരാധിക്കുന്നതെന്ന് അറിയാതെ സാത്താനെ ആരാധിക്കുന്നു. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. സോ ഇതിൽ വളരെയധികം നമ്മൾ കെയർഫുൾ ആകേണ്ട ആവശ്യമുണ്ട്. ആരാധന, എൻ്റെ ആരാധന എങ്ങോട്ടാണ് പോകുന്നത്? അൾട്ടിമേറ്റ്ലി വേർ മൈ വർഷിപ്പ് ഈസ് റീച്ചിങ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു നിങ്ങളോട് പറഞ്ഞു, one of the functions or one of the responsibilities of human spirit is worship. എല്ലാ ഹ്യൂമൻ സ്പിരിറ്റിലും വർഷിപ്പ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ കിടക്കുകയാണ്. ഇപ്പോൾ ഒരാൾ പറയും, ഞാൻ ദൈവത്തിലേ വിശ്വസിക്കുന്നില്ല, ഞാൻ യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്, റാഷണലിസ്റ്റാണ്, ഐ എം എ ഫിലോസഫർ, ഐ എം എ സ്കോളർ, ഐ എം എൻ എത്തീസ്റ്റ്, ഐ എം എൻ അഗ്നോസ്റ്റിക്, ഇങ്ങനെ പല പല ടൈറ്റിൽ കൊടുത്താലും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ദയവായി എൻ്റെ കണ്ണിലേക്ക് നോക്കണേ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും മനഃപൂർവമായി ആരാധിക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ള സകല ആരാധനയും നേരത്തെ പറഞ്ഞാൽ ഓവേർട്ട് ഓർ കോവേർട്ട്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, സീക്രറ്റ്ലി ഓർ പബ്ലിക്ലി, ആ എല്ലാ ചങ്ക് ഓഫ് വർഷിപ്പും റീച്ച് ചെയ്യുന്നത് സാത്താനിലാണ്. അയ്യോ അയ്യോ അയ്യോ, ഞാൻ ഈ പറഞ്ഞത് ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കണേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒന്നുകിൽ മനഃപൂർവമായി, ഡെലിബറേറ്റായി, വിൽഫുള്ളായി, വോളണ്ടറിയായി ഞാൻ ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ? ആത്മാവിലെ സത്യത്തിലും. റൈറ്റ് വേ, റൈറ്റ് ഗോഡ്,
റൈറ്റ് വേ ആരാധിക്കണം. എന്നാൽ അത് ചെയ്യുന്നില്ലെങ്കിൽ ബാക്കിയുള്ള സകലതും അൾട്ടിമേറ്റ്ലി എത്തുന്നത് സാത്താന്യ ആരാധനയിലേക്കാണ്. അതിൽ ചിലത് എക്സ്പ്ലിസിറ്റാണ്, ഡയറക്റ്റാണ്, ചിലത് ഇൻഡയറക്റ്റാണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ജോൺ 10:10 ആയിരം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. Satan's purpose is to steal, kill and destroy. സാത്താൻ്റെ മെയിൻ പരിപാടി എന്താണ്? ഇതിലൂടെ ഈ ആരാധന ചാനലൈസ് ചെയ്ത് അതിലൂടെ മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനുമാണ് സാത്താൻ്റെ അജണ്ട എന്ന് പറയുന്നത്. ഇതിലൂടെ പുള്ളിക്കാരൻ സാധിച്ചെടുക്കുന്ന അൾട്ടിമേറ്റ്ലി അതാണ്. ഇങ്ങനെയുള്ള ആരാധനാക്രമങ്ങളിൽ പെടുന്നവർ ഏതെങ്കിലുമൊക്കെ നിലയിൽ നശിച്ച് തകർന്ന് അവരുടെ കുടുംബങ്ങൾ, പാരമ്പര്യങ്ങൾ എല്ലാം തകർന്നു. സോ if you worship the devil directly or indirectly, knowingly or unknowingly, ultimately what happens is you are aligning your worship with his destructive agenda, which separates every individual ultimately from God. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ സാത്താന്യ ആരാധനയിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാവരും തന്നെ സാത്താൻ്റെ ഒരു സ്കീമുണ്ട്. അതെന്താണ്? മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. സ്റ്റീൽ, കിൽ, ഡെസ്ട്രോയ്, സ്റ്റീൽ, കിൽ, ഡെസ്ട്രോയ്, സ്റ്റീൽ, കിൽ, ഡെസ്ട്രോയ്. ഈ സ്കീമിലേക്കാണ് ചെന്ന് ചേരുന്നത്. അൾട്ടിമേറ്റ്ലി അവർ നശിച്ചു. അവർ ആത്മാവ് നശിക്കും, ശരീരം നശിക്കും, സമ്പത്ത് നശിക്കും, സകലം നശിക്കും. അപ്പോൾ സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ രാജ്യങ്ങളുടെ മഹത്വമൊക്കെ കാണിച്ച്, മഹിമയും മഹത്വവും തേജസ്സൊക്കെ കാണിച്ച ശേഷം വീണാൽ മതി, ഒന്ന് കുനിഞ്ഞാൽ മതി, ഇതെല്ലാം തന്നേക്കാം. നീ കുരിശിലും കയറണ്ട, പങ്കപ്പാടും വേണ്ട, ആരുടെ വിമർശനവും വേണ്ട, ഒന്നും വേണ്ട, നേരെ ഒന്ന് കുനിഞ്ഞു തന്നാൽ ഞാനങ്ങ് തന്നേക്കാം. കുരിശില്ലാതെ നിനക്ക് കിരീടം തന്നേക്കാം. ഉടനെ യേശു എങ്ങനെ പ്രതികരിച്ചെന്നറിയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. ബസ്, തീർന്നു, ഖലാസ്, പരിപാടിയോടെ തീർന്നു. ഇത്രയേ ഉള്ളൂ മക്കളെ പരിപാടി. വചനത്തിൽ എന്ത് കൃത്യമായി എഴുതിയിട്ടുണ്ടോ അത് പറഞ്ഞ് അതിലങ്ങ് നിന്നാൽ മതി. ഈ പുള്ളിക്കാരൻ പോളും. സാത്താന്യ ആരാധനയുടെ ആ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, കൈ കൊണ്ട് നീട്ടിയേ. കർത്താവേ, ഈ ഒരു വെളിപ്പാട് എല്ലാവരുടെ അകത്തുണ്ടാകട്ടെ. സാത്താന്യ ആരാധനയെ ജയിക്കുവാനുള്ള ഗട്ട്സ് ഉണ്ടാകട്ടെ. ഇതിനെ വിവേചിച്ച് മനസ്സിലാക്കാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമായിട്ട് ഞാനിതിൻ്റെ ആത്മക്കണ്ണുകൾ കണ്ടു പറയുകയാണ്. പുകവലിയിൽ നിന്ന് പുറത്തു വരാൻ ചിലർക്ക് ആഗ്രഹമുണ്ട്, ചില ഡ്രഗ്സിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ കണ്ണിൽ നോക്കി പറയണം, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണേ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഫാദർ. അതുപോലെ ചില റോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽപ്പെട്ട് ചിലരുടെ ലൈഫ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക. പക്ഷേ തകരുന്നെന്ന് തോന്നുന്നെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ പുറത്തു വരട്ടെ. ക്യാൻസർ മുതൽ മറ്റ് വിവിധ രീതിയിലുള്ള രോഗങ്ങളിപ്പോൾ സൗഖ്യമാകട്ടെ. പിശാച് കൊണ്ടുവന്ന കെടുതികളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ഈ ജനം പുറത്തു വരട്ടെ. സത്യ ആരാധനയിലേക്ക് തിരിയട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. ഇതിൻ്റെ നോട്ട്സ് ദയവായി ഇതിലേക്ക് ടൈപ്പ് ചെയ്തിടുക. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ.